പ്രിയമുള്ളവരെ, വീണ്ടും ഒരു കർത്തൃമേശ ശുശ്രൂഷയുടെ മുമ്പാകെ നമ്മളായിരിക്കുന്നു. ദൈവന കൽപ്പന പ്രകാരം അതിൽ നിന്ന് പങ്കെടുക്കുന്നതിന് മുമ്പ് നമ്മളെ തന്നെ ശോധന ചെയ്ത് വേണം അതിൽ നിന്ന് പങ്കെടുക്കുവാൻ എന്ന് എല്ലാവർക്കും അറിയാം. എല്ലാ പ്രാവശ്യവും നമ്മളത് ഓർമ്മിപ്പിക്കുന്നതാണ്. ദൈവനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ തന്നെ പരിശോധിക്കുന്നത്, ശോധന ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. ദൈവനത്തിലേക്ക് വരാം. ദൈവനത്തിന്റെ ഒരു വേദഭാഗം വായിക്കാം. നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യം, എന്നാൽ പരിചിതമായ വാക്യമാണെങ്കിലും ഇന്ന് നമ്മൾ പാട്ട് പാടിയതുപോലെ ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന പോലെ, മന്ന എന്നും ഒന്നായിരുന്നു, എന്നും ഒരേ സാധനമായിരുന്നു, അത് പക്ഷെ എന്നും പുതിയതായിരുന്നു. അതുപോലെ വചനം എന്നും ഒന്ന് തന്നെയാണ്, അതെപ്പോഴും ഒരേ കാര്യം തന്നെയാണ്, ഒരു മാറ്റവുമില്ല. പക്ഷെ അത് പഴയതാകുന്നില്ല. ഓരോ ദിവസവും അത് നമുക്ക് ഫ്രഷ് ആയിട്ടിരിക്കണം, പുതിയതായിട്ടിരിക്കണം. നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം വളരെ പരിചിതമായ വാക്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം, അതിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ, 23 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ, 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ എല്ലാവരോട് പറഞ്ഞത്, എന്നെ അനുഗമിക്കാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിക്കാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കി കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെ കുറിച്ച് മനുഷ്യപുത്രൻ തന്റെയും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. എന്നാൽ ദൈവരാജ്യം കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവരുണ്ടെന്ന് 26 വരെ മതി. അത് 27-ാം വാക്യമാണ്. എല്ലാവരും ശ്രദ്ധയോടെ വായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകളാണ്. നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. വളരെ പരിചിതമായ വാക്യങ്ങളാണ്. പല സമയത്തും വളരെ തവണ ആവർത്തിച്ച് നമ്മുടെ സഭയിൽ, പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ കേട്ടിട്ടുള്ള വാക്യങ്ങളുമാണ്. എന്നാൽ ഇന്ന് നമുക്കത് പുതിയതായിട്ട് തീരട്ടെ. പുതിയ അനുഭവമായി മാറണമെങ്കിൽ നമുക്ക് അതിൽ വെളിപ്പെട്ട് വരുന്ന ചില ദൈവിക പ്രമാണങ്ങളെ മനസ്സിലാക്കാം. ആ ദൈവിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം. ഈ ദൈവിക പ്രമാണങ്ങൾ, ഇവിടെ കാണുന്ന ചില ദൈവിക പ്രമാണങ്ങൾ നമ്മളെ രക്ഷയിലേക്ക് നടത്തുവാൻ മാത്രമല്ല, നമ്മളെ രക്ഷയിൽ നിലനിർത്തുവാനും ആവശ്യമായിട്ടുള്ള ചില ദൈവിക പ്രമാണങ്ങൾ നമുക്ക് ഈ വാക്യങ്ങളിലൂടെ കാണാൻ പറ്റും. ശ്രദ്ധിച്ചു വായിച്ചാൽ അവിടെ ചില കൽപ്പനകളായിട്ട് തന്നെ, പ്രമാണങ്ങളായിട്ട് തന്നെയാണ് നമ്മളവിടെ കാണേണ്ടത്. അത്തരത്തിൽ ഒരു പ്രമാണമായി അത് കണ്ടുകൊണ്ട് നമ്മളെ തന്നെ പരിശോധിച്ചാൽ മാത്രമേ നമ്മൾ രക്ഷയിൽ നിലനിൽക്കുന്നുണ്ടോ, രക്ഷയിൽ വളരുന്നുണ്ടോ, രക്ഷ നമ്മൾ അനുഭവിച്ച രക്ഷ എത്രത്തോളം വിലപ്പെട്ടതാണ്, വിലമതിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ബോധ്യമാകുകയുള്ളൂ, മനസ്സിലാക്കുകയുള്ളൂ. അതായിരിക്കട്ടെ ഇന്ന് നമ്മൾ കർത്തൃമേശ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് നമുക്ക് നടത്തേണ്ട ഒരു പരിശോധന, നമ്മുടെ ഒരു ആത്മപരിശോധന. നമ്മൾ രക്ഷയിൽ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുമ്പോൾ ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം. നാളുകളായിട്ട് സഭയിലിരിക്കുന്നവരാണ്, വർഷങ്ങളായിട്ട് സഭയിലിരുന്ന് പല കാര്യങ്ങൾ കേട്ടിട്ടുള്ളവരാണ്, ഒരുപാട് പരിജ്ഞാനമുള്ളവരാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ആത്മീയമായ കാമ്പുണ്ട്, അല്ലെങ്കിൽ ആത്മീയമായ ബലമുണ്ട്, ശക്തിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഈ വചനത്തിലൂടെ കടന്നു പോകാം. നമുക്ക് ഈ വചനത്തിലൂടെ വെളിപ്പെട്ടു വരുന്ന ചില പ്രമാണങ്ങളെ നമ്മൾ അനുസരിക്കുന്നതും അനുഭവിക്കുന്നതും എത്രത്തോളം ഉണ്ടെന്നുള്ളത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ആത്മീയ വളർച്ച എങ്ങനെയാണെന്നുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു പരിശോധന നമുക്ക് നടത്താം. അതായിരിക്കട്ടെ ഇന്ന് നമ്മളുടെ ഈ കർത്തൃമേശ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള യോഗ്യത. അതായിരിക്കട്ടെ. അവിടെ എന്താണ് കാണുന്നത്? പല കാര്യങ്ങൾ നമുക്കവിടെ കാണാം. ആദ്യത്തെ വാക്യത്തിൽ തന്നെ ഒരു 2-3 കാര്യങ്ങളുണ്ട്. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. അവിടെ 3 കാര്യങ്ങൾ അവിടെ കാണാൻ പറ്റും. ഒന്നാമത്, കർത്താവിനെ അനുഗമിക്കണമെങ്കിൽ, കർത്താവിനെ അനുഗമിക്കണമെന്ന് ഒരാള് വെറുതെ ഇങ്ങനെ പറയുകയല്ല, ഒരു ഹൃദയത്തിൽ എന്തുണ്ടാകണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ഇച്ഛ. എന്റെ ഇതിനകത്ത് അതെ, ഇച്ഛിച്ചാൽ, ആഗ്രഹിച്ചാൽ എന്ന് പറഞ്ഞാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആദ്യം വേണ്ടത്? എന്താണ്? ഒരു ആഗ്രഹം ഉണ്ടാകണം. എന്തുണ്ടാകണം? കർത്താവിനെ അനുഗമിക്കുവാൻ, അല്ലെങ്കിൽ കർത്താവിനെ അനുഗമിക്കുക എന്നുള്ളതിനകത്ത് ദൈവത്തിന് വേണ്ടിയിട്ട് ജീവിക്കുവാൻ, ദൈവത്തിനായിട്ട് ജീവിക്കുവാൻ, ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ, ദൈവഹിത പ്രകാരം എൻ്റെ ജീവിതം ക്രമീകരിക്കപ്പെടണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ആഗ്രഹമുണ്ടാകണം.
വെറുതെ ഒരു ആഗ്രഹം ഉണ്ടാ എന്നുള്ളതിന്റെ ഒരു തെളിവ് എന്താണ്? നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും വിചാരിക്കുന്നത് നമുക്കെല്ലാം ഈ ആഗ്രഹം ഉണ്ടെന്നാണ്. ആ ആഗ്രഹമുള്ളവർക്കാണ് വാസ്തവത്തിൽ ദൈവവചനം ഗൗരവമായി തീരുന്നത്. അവർക്കാണ് ദൈവവചനം ഒരു ദൈവിക അരുളപ്പാടായി മാറുന്നത്, അല്ലെങ്കിൽ ദൈവ അരുളപ്പാടായിട്ട് ഗൗരവത്തോടെ കാണുന്നത് ഈ ആഗ്രഹമുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹമുള്ളവരെ വാസ്തവത്തിൽ കർത്താവിന്റെ കാലടികളെ പിന്തുടരുവാൻ മനസ്സ് വെക്കുകയുള്ളൂ എന്നാണ് ദൈവവചനം പറയുന്നത്. നമുക്ക് 2 വാക്യങ്ങൾ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്നറിയും. അതാണ് ഞാൻ പറഞ്ഞതിന്റെ, ഞാനിപ്പോ പറഞ്ഞ വാക്യം അതാണ്, വാക്യത്തിന്റെ അർത്ഥം അതാണ്. ഇപ്പൊ വാക്യം വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാകത്തില്ലായിരിക്കും, പക്ഷെ അത് ശ്രദ്ധിച്ച് വായിച്ചാൽ അതിനകത്തൊന്ന് മനസ്സിലാകുന്നത് എന്താണ്? ശരിക്കും ഈ ആഗ്രഹം മനസ്സിലുള്ളവർക്കാണ് എന്താണ് ദൈവവചനം ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടാണെന്നുള്ളത് ഒരു ഗൗരവത്തോടെ ആ വചനത്തെ കാണുകയുള്ളൂ. അങ്ങനല്ല അതിന്റെ അർത്ഥം. അതെ, ഈ ദൈവത്തെ കർത്താവിനെ അനുഗമിക്കണം, അല്ലെങ്കിൽ ദൈവഹിത പ്രകാരം ജീവിക്കണം, ദൈവത്തിനായിട്ട് ഞാൻ ജീവിക്കണം, ദൈവത്തെ ശുശ്രൂഷിക്കണം, യേശുക്രിസ്തുവിനെ അനുഗമിക്കണം എന്ന് ഹൃദയത്തിൽ അതിയായ ഒരു ആഗ്രഹവും വാഞ്ചയും ഉള്ളവർക്കാണ് ഈ വചനം. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഈ വചനം വെറും ഒരു വേദപുസ്തകം മാത്രം, അല്ലെങ്കിൽ വെറും ഒരു വചനം മാത്രം, കേവലം ഒരു വചനം മാത്രം. പക്ഷേ അത് ദൈവിക അരുളപ്പാടായിട്ട് ദൈവം എന്നോയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ പ്രമാണമാണ്, കൽപ്പനയാണ് എന്നുള്ള രൂപത്തിൽ ആ ഒരു തരത്തിൽ ഈ വചനത്തെ സമീപിക്കാൻ കഴിയയില്ല ഈ ആഗ്രഹമില്ലാത്തവർക്ക്. ഒന്നാമത് അതാണ്, ഈ വചനത്തോടുള്ള സമീപനം മാറും ഈ ആഗ്രഹമുണ്ടെങ്കിൽ. അതുണ്ടോ? അതാണ് പരിശോധിക്കണം. നമുക്ക് ഈ വചനത്തോട് വലിയ താല്പര്യം തോന്നുന്നില്ലെങ്കിൽ എൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ വാസ്തവത്തിൽ നമുക്ക് ദൈവത്തെ അനുഗമിക്കണമെന്നോ ദൈവഹിത പ്രകാരം ജീവിക്കണമെന്നോ കർത്താവിനെ അനുഗമിക്കണമെന്നോ ഒന്നും ആഗ്രഹമില്ല. പുറമേ ഒരു പറച്ചിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് വചനത്തോട് നമുക്ക് വലിയ താല്പര്യം തോന്നാത്തതെന്ന് നമ്മൾ സമ്മതിക്കണം. വേറൊരു കാര്യം കൂടെ, യോഹന്നാന്റെ സുവിശേഷം തന്നെ അതിന്റെ 12-ാം അധ്യായം 26-ാം വാക്യം. വാസ്തവത്തിൽ ഈ ആഗ്രഹമുള്ളവരാണ്, ശുശ്രൂഷിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവരാണ് കർത്താവിനെ അനുഗമിക്കുന്നത് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. 12-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം. 12-ന്റെ 26. മതി എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ. അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. എന്താണ്? കർത്താവിനെ ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, കർത്താവിനെ അനുഗമിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യും? അവൻ എന്നെ അനുഗമിക്കും. അപ്പോൾ അനുഗമിക്കണമെങ്കിലും ഈ ആഗ്രഹം ഉള്ളിലുള്ളവരേ ഉള്ളൂ. കർത്താവിനെ ശുശ്രൂഷിക്കണമെന്നുള്ളൊരു ആഗ്രഹമുള്ളവരാണ് കർത്താവിനെ അനുഗമിക്കുന്നത്. വചനം അവർക്കാണ് പ്രാധാന്യമുള്ളതായി മാറുന്നത്. ആ ഒരു പരിശോധന നമുക്ക് നടത്താം. ഒന്നാമത്, നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരു വല്ലാത്ത ആഗ്രഹം, തീവ്രമായ ഒരു ആഗ്രഹം കർത്താവിന്റെ കൂടെ നടക്കണമെന്നുള്ളത്, കർത്താവിനെ അനുഗമിക്കണമെന്നുള്ളത്, കർത്താവിനെ സേവിക്കണമെന്നുള്ളത്, ദൈവഹിത പ്രകാരം ജീവിക്കണമെന്നുള്ളത് നമ്മുടെ ഹൃദയത്തിന്റെ വലിയ ആഗ്രഹമായി മാറിയിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നാമത്തെ തെളിവ്, നമ്മൾ ദൈവവചനത്തെ ഗൗരവമായി കാണും, ദൈവവചനത്തെ വളരെ ഗൗരവമായി കാണും. അത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതോടെ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം എന്താണ്? ആദ്യത്തെ വാക്യത്തിൽ തന്നെ ലൂക്കോസ് 9:23 തന്നെ കാണുന്ന ഒരു വാക്യം. കാര്യം എന്താണ്? ലൂക്കോസ് 9 തന്നെത്താൻ ത്യജിക്കണം. അത് അതിന്റെ അടുത്ത കാര്യമാണ്, നാൾതോറും എന്നുള്ളത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹമുള്ളവർ തന്നെത്താൻ ത്യജിക്കും. ഈ ത്യജിക്കും എന്നുള്ള വാക്ക് അതിന്റെ കട്ടിയായിട്ട് തോന്നും. അതിന്റെ ത്യജിക്കും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അല്ല, എന്താണ് അതിന്റെ അർത്ഥം? ഹെൻറി വേറെ എന്താ മനസ്സിലാക്കിയത്? ത്യജിക്കും എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കണം, എല്ലാം വിട്ടുകൊടുക്കണം. എന്ത് വിട്ടുകൊടുക്കണം? എന്താണ് വിട്ടുകൊടുക്കേണ്ടത്? സ്വന്തം ആഗ്രഹങ്ങൾ. സ്വന്തം ആഗ്രഹങ്ങൾക്ക് മുമ്പേ എന്നിൽ തന്നെ ആഗ്രഹങ്ങളെ ഇഷ്ടം അത് തന്നെ. സ്വന്തം ആഗ്രഹങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു കാര്യമുണ്ട്. എനിക്ക് തന്നെ എന്നിൽ തന്നെ ഉള്ള ഒരു ബലം, എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു തോന്നൽ, കഴിവ്, എൻ്റെ തന്നെ കഴിവിലുള്ള ഒരു ആശ്രയം, അത് വിടണം. സ്വന്തം ആഗ്രഹങ്ങൾ, സ്വന്തം ബലം, സ്വയ ആശ്രയം, സ്വന്തം താല്പര്യങ്ങൾ, സ്വന്തം ഇഷ്ടങ്ങൾ എന്നിവയെല്ലാം ദൈവഹിതത്തിനെതിരാണെങ്കിൽ അതിനെ സന്തോഷത്തോടെ വിട്ടുകളയുന്നതാണ് ഈ ത്യജിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. അങ്ങനെ ഒരു കാര്യമുണ്ടോ? പരിശോധിക്കണം. ഇത് ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് ഈ വാക്യം. തന്നെത്താൻ ത്യജിച്ച ക്രൂശ് എടുക്കണം. ഈ വാക്യം അങ്ങനെ എല്ലാവർക്കും അറിയാം. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും ക്രൂശ് എടുക്കണം. ഇത്രയും ഭാഗം എല്ലാവർക്കും കാണാതെ അറിയാം. പക്ഷെ അതെന്താ സംഭവം എന്നുള്ളതാണ് ഇപ്പൊ ചോദിച്ചത്. ഒന്നാമത് ആഗ്രഹം ഉണ്ടോ എന്നുള്ളത് നോക്കണം. രണ്ടാമത് ഈ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ എന്തില്ല?
സ്വന്തം താല്പര്യങ്ങളില്ല, സ്വന്തം താല്പര്യങ്ങളില്ല, സ്വന്തം ആഗ്രഹങ്ങളില്ല, സ്വന്തം ഇഷ്ടങ്ങളില്ല. ദൈവഹിതത്തിനെതിരായിട്ട്, ദൈവഹിതത്തിനനുസരിച്ചല്ലാത്ത ഒരു ഇഷ്ടവും സ്വന്തമായിട്ടില്ല. സ്വന്തമായ ഒരു അജണ്ട ഇല്ല. നമ്മൾ പലപ്പോഴും പലതും സഭയിലിരിക്കുന്നത് എന്നുള്ള പേര്, സഭയിലിരിക്കുന്നു ശരിയാണ്, ഈ വചനമൊക്കെ കേൾക്കുന്നു, അറിയുന്നു ശരിയാണ്. പക്ഷേ നമുക്ക് നമ്മുടേതായ ചില താല്പര്യങ്ങളുണ്ട്, നമ്മുടേതായ ചില താല്പര്യങ്ങളുണ്ട്, നമ്മുടേതായ ചില ഇഷ്ടങ്ങളും നമ്മുടേതായ ചില ചില ചിലതെല്ലാം ഉണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ സഭയിലിരിക്കുന്നതും, സഭയിലിരുന്ന് ഭക്തിയുടെ വേഷത്തിൽ പലതും ചെയ്യുന്നതും. നമ്മുടെ അജണ്ട അതിന്റെ പുറകിലുണ്ട്, നമ്മുടെ ആ ഒരു താല്പര്യമുണ്ട്. എന്താണ്? പലതുണ്ട്. പലർക്ക് പലതായിരിക്കും. ചിലർക്ക് എല്ലാവരുടെ മുമ്പിൽ ഒരു നല്ല ഭക്തനാണെന്ന് കാണിക്കാനായിരിക്കും, മറ്റു ചിലർക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും. പല പല കാരണങ്ങളുണ്ട് പല പെരുമാറ്റത്തിനും. മനസ്സിലാക്കേണ്ട ഒന്നേ ഉള്ളൂ, നമുക്ക് നമ്മുടേതായ ഒരു ഇഷ്ടം അവിടെ ഉണ്ട്, വലുതായിട്ടുണ്ട് എന്നുള്ളത്. അതാണ് ത്യജിക്കേണ്ടത്. അങ്ങനെ ത്യജിക്കാതെ അതോടൊപ്പം തന്നെ കർത്താവിനെ അനുഗമിക്കാന്ന് പറയുന്നവർക്ക് സ്വന്തം താല്പര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കർത്താവിനെ അനുഗമിക്കാൻ പറ്റുമോ? ശരിക്കും സ്വന്തം താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് കർത്താവിനെ അനുഗമിക്കാൻ പറ്റുമോ? അത് കർത്താവിനെ അനുഗമിക്കുന്നത് പോലെ പറ്റും. പക്ഷെ ശരിയായ ശരിയായ രീതിയിൽ കർത്താവിൻ്റെ കാലടികളെ പിന്തുടർന്ന് കർത്താവിനെ അനുഗമിക്കുക എന്ന് പറയുന്നിടത്ത് എന്തെങ്കിലും സ്വന്തം താല്പര്യം, സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങൾ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല, സാധിക്കത്തില്ല. അതൊരു തെറ്റായ ധാരണയാണ്. എങ്ങനെയാണ്? നമുക്ക് നോക്കിയാൽ അറിയാവുന്നതാണ്. ഈ ആദിമ സഭയിലെ ശിഷ്യന്മാരെയൊക്കെ എങ്ങനെയായിരുന്നു ഒന്ന് ഓർത്ത് നോക്കി. അവരൊക്കെ എങ്ങനെയാ അന്ന് അത് കർത്താവ് വിളിച്ചപ്പോൾ വിട്ടു പോകുന്ന എങ്ങനെയാണ്? വേറെ വല്ലതും ആലോചിച്ചോ? ആ ഭാഗം അറിയാൻ പറ്റും. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്കത് കാണാം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ പത്രോസിനെയൊക്കെ വിളിക്കുന്ന ആ ഭാഗം. മത്തായിയുടെ സുവിശേഷത്തിൽ അവർ വലയിറക്കിക്കൊണ്ടിരുന്നപ്പോൾ വിളിച്ചെന്നേ ഉള്ളൂ. പക്ഷെ ലൂക്കോസിൽ അത് കുറച്ചുകൂടെ വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാ വലയിറക്കിയെന്ന് മാത്രമല്ല, വലയിൽ എന്തുണ്ടായിരുന്നെന്നും കൂടെ വായിക്കണം അവിടെ. ലൂക്കോസ് 5-ൽ വെറുതെ വലയിറക്കിയ സമയത്തല്ല വിളിച്ചത്. അവര് വലയിറക്കി, അന്ന് അത് കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞിട്ട് വീണ്ടും വലയിറക്കി കഴിഞ്ഞപ്പോൾ എങ്ങനെയാണെന്ന് അറിയാവോ? 6-ാം വാക്യം, 5-ന്റെ 6. അകപ്പെട്ട് പല കീഴാറായി. മതി, ഇത്രയും വായിച്ചാൽ എന്ത് മനസ്സിലായി ബ്രദറെ? സാക്ഷി ബ്രദറെ, ഒരു വള്ളം, അതുകൂടാതെ കാരിയർ അല്ലേ, 2 കാരിയറും കൂടെ അല്ലേ, മറ്റേ അടുത്ത വള്ളക്കാരും അവരുടെ കാരിയറും കൂടെ. അങ്ങനെ എത്ര വള്ളം മീൻ? സഹോദരന്മാർക്ക് അതിന്റെ കൃത്യമായിട്ട് അറിയാം. എന്തുമാത്രം കിട്ടിയിട്ടുണ്ടാവും? സഹോദരന്മാരെ കൃത്യമായിട്ട് പറയാം, എന്തുമാത്രം കിട്ടിയിട്ടുണ്ടാവും? ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഒരു കൊല്ലത്തേക്കുള്ളത് കിട്ടിയിട്ടുണ്ടാവും. എന്ത് വേണം? വലിയൊരു ഇത്. അത്രയും കിട്ടിയിട്ട് അടുത്ത കാര്യം എന്താ വായിക്കുന്നത്? അത് പിന്നെ അത് കണ്ടിട്ട് പത്രോസിന് ഇത് കർത്താവ് വിട്ടുപോകണേ, ഞാൻ ഭാവിയെ മനുഷ്യനാണെന്ന് അവന് ബോധമുണ്ട്. അത് കഴിഞ്ഞ് കർത്താവ് അപ്പോഴാണ്, ശീമോനെ നീ ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ഇത് കേട്ട പത്രോസ്, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കണം. ഈ സഹോദരന്മാർ പറഞ്ഞ മനസ്സിലായില്ലേ? ആ പെരുത്ത മീൻകൂട്ടം എന്ന് പറയുന്നത് അവർക്ക് കിട്ടാവുന്ന ഒരു വർഷത്തേക്കുള്ള സമ്പാദ്യം മുഴുവൻ ഒറ്റ ദിവസം കിട്ടിയിട്ട് അവരത് മുഴുവൻ അവരെന്താ പറയുന്നത്, എന്താ കാണുന്നത്, എന്താ വായിക്കുന്നത്? ഇത് അങ്ങനെ തന്നെ, അങ്ങനെ അവർ ഇത് അപ്പൊ എപ്പോഴാ? പിന്നീട് എപ്പോഴെങ്കിലും ആണോ? എപ്പോഴെങ്കിലും വേണോ? ആ സമയത്ത് തന്നെ അങ്ങനെ അവർ തങ്ങളുടെ വഞ്ചി വലിച്ച് കരയെ കയറ്റി അകലെ ഉപേക്ഷിച്ചു. അതാ വായിക്കേണ്ടത്, അങ്ങനെ വായിക്കണം. എന്താ അവനെ അത് മുഴുവൻ കരയെ കണ്ടെന്ന് വെച്ചാൽ അവരതിന്റെ പുറകെ നിന്നില്ല. അവരെന്ത് ചെയ്തു? അത് വിട്ടിട്ട് ഇതാണ് ത്യജിക്കുക എന്ന് പറയുന്നത്. അവരുടെ താല്പര്യങ്ങളെല്ലാം അവരവിടെ ഉപേക്ഷിച്ചു. അവരുടെ എല്ലാ താല്പര്യങ്ങളും അവരവിടെ ഉപേക്ഷിച്ചു. നമ്മളിവിടെ
സഭായോ ഉള്ളപ്പോഴത്തേക്ക് പണിക്ക് പോകാതിരിക്കണമെന്ന് സഭായോ അല്ലെ സഭയുടെ ഒരു മീറ്റിംഗ് ഉള്ളപ്പോഴത്തേക്ക് സഭാശിവരാർ പണിക്ക് പോകാതിരിക്കും. അന്ന് ഏറ്റവും കൂടുതൽ പണി കിട്ടുമെന്ന് പറയുന്നു. പക്ഷെ പോകാതിരുന്നിട്ടുണ്ട്. ബ്രദറൊക്കെ പലതവണയും പോകാതിരുന്നിട്ടുണ്ട്. പണിയുണ്ടായിരുന്നു. പക്ഷെ പണിക്ക് പോകാതിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് നഷ്ടം സഹിക്കാനായിട്ട് നമുക്ക് അത് എന്തുകൊണ്ടാണ് പക്ഷെ അത് പോകാതിരുന്നവരും ഉണ്ട്. ഒരു ദിവസം പോലും പണി കളയാതെ ഏത് മീറ്റിംഗ് ഉണ്ടെങ്കിലും ഞാൻ പണിക്ക് പോകുമെന്ന് പറയുന്നവരും ഉണ്ട്. അപ്പൊ അവർക്ക് അവിടെ ഇച്ചിരി നഷ്ടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ അവിടെ എന്തില്ല, ഒരു ത്യാഗമില്ല. നമുക്കൊരു കോസ്റ്റ് ഉണ്ട്, ചെലവുണ്ട്. നമുക്ക് ക്രിസ്തീയ ജീവിതത്തിനൊരു ചെലവുണ്ട്. ആ ചെലവ് അതാണ് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത്. നമുക്ക് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുന്നതാണ് ശിഷ്യത്വത്തിന്റെ മാർഗം. വേറൊരു വാക്യമുണ്ടല്ലോ ലൂക്കോസിന് ശിഷ്യത്തിൽ, എന്താണ് അതെങ്ങനെയാ വാക്യം? തനിക്കുള്ള എല്ലാ വസ്തുവകകളെയും കൂടെ ഉപേക്ഷിക്കുന്നവനാണ് എന്റെ ശിഷ്യരാകാൻ കഴിയുന്നതെന്നുള്ള ലൂക്കോസ് 14 വാക്യം. 14 ഏതാ വാക്യം? 33 14-33. പ്രിയമുള്ളവരെ, ത്യജിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ത്യാഗം എന്നുള്ളത്? എന്താണ് വിട്ടുകൊടുക്കേണ്ടത്? നമുക്ക് താല്പര്യങ്ങളില്ലാത്ത ഒരു അനുഭവം ഉണ്ടാകണം. പരിശോധിക്കണം, നമുക്ക് അങ്ങനെയാണോ നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ നിലനിൽക്കുന്നത്, മുന്നോട്ട് പോകുന്നത്? ഇതാണ് നമ്മുടെ രക്ഷയെ ഉറപ്പാക്കുന്നത്. നമുക്ക് രക്ഷിക്കപ്പെട്ടവരാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടവരോടാണ് കർത്താവ്, ശിഷ്യന്മാരായിട്ട് പുറകെ വന്നവരോടാണ് കർത്താവ് ഇത് പറഞ്ഞത്, ശിഷ്യത്വത്തിലേക്ക് വന്നവരോടാണ് ഇത് പറഞ്ഞത്. നമ്മൾ ഇന്ന് രക്ഷിക്കപ്പെട്ട് സഭയിലായിരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഗൗരവമുള്ളതായിട്ട് കാണേണ്ടത്, നമ്മളാണ് ഇത് ഗൗരവമായിട്ട് കാണേണ്ടത്. ലോകത്തിൽ പാപത്തിൽ ജീവിക്കുന്ന ആളുകളോട് അല്ല ഇത് പറയുന്നത്. ദൈവസഭയിലായിരിക്കുന്നു എന്ന് പറയുകയും എന്നാൽ സ്വാർത്ഥ താല്പര്യത്തോടെ സ്വന്തം ത്യജിക്കുന്നതിനെ കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഒരു കാര്യം കൂടെ, ഒരു വാക്യം കൂടെ വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറഞ്ഞത്? യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് അവിടെ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ലാഭം നഷ്ടം. നമ്മുടെ ജീവിതത്തിലെ ലാഭമല്ല, നമുക്ക് ചില നഷ്ടങ്ങളാണ് ക്രിസ്തുവിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്നുള്ള അപ്പോസ്തലനായ പൗലോസ് എന്താ പറഞ്ഞതെന്ന് നോക്കുക. ഫിലിപ്പിയർ 3 അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതെല്ലാം യേശു ക്രിസ്തുവിന് വേണ്ടി ഞാൻ നഷ്ടമെന്നെണ്ണി, എനിക്ക് നഷ്ടപ്പെട്ടോട്ടെ, എനിക്ക് നഷ്ടമെന്ന് എണ്ണി എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എൻ്റെ 8-ാം വാക്യം. അത് മാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പരമമായ ജ്ഞാന നിമിത്തം ഞാൻ എല്ലാം നഷ്ടമെന്ന് എണ്ണുന്നു. ഇതാണ് വലുത്, ഇതാണ് ഏറ്റവും വലുത്. യേശു ക്രിസ്തുവിനെ വേണം എനിക്ക്. യേശു ക്രിസ്തുവിനെ അനുഗമിക്കണം, യേശു ക്രിസ്തുവിന്റെ കൂടെ നടക്കണം, അവിടുത്തെ ഹിതപ്രകാരം ജീവിക്കണം. അതിനു വേണ്ടിയിട്ട് എനിക്ക് ബാക്കിയുള്ള എൻ്റെ ജീവിതത്തോട് ചേർന്ന് വരുന്ന എല്ലാ കാര്യങ്ങളെയും ഞാൻ നഷ്ടമെന്നെണ്ണും. എനിക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു നേട്ടം വേണ്ട, എനിക്ക് കുറച്ച് നേരത്തേക്കുള്ള കുറച്ച് സാമ്പത്തിക നേട്ടം വേണ്ട, എല്ലാം ഞാൻ ഇനി ഇതിനു വേണ്ടിയിട്ട് നഷ്ടമായിട്ട് കണക്കാക്കും, നഷ്ടമെന്നെണ്ണും. ഇതാണ് മാർഗം, ഇതാണ് മാർഗം, ഇതാണ് നമുക്കുള്ള മാർഗം, ഇതാണ് നമുക്കുള്ള വിളി. ഇത് കാണാതെ നമ്മൾ കർത്താവിന്റെ ശിഷ്യന്മാരെന്ന് വെറുതെ അവകാശപ്പെട്ടുകൊണ്ട് ഒരു കാര്യവുമില്ല. ദൈവസഭയിൽ ഇരുന്നതുകൊണ്ട് കാര്യമില്ല. സഭായോഗത്തിന് ഞായറാഴ്ച ദിവസം വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും ദൈവത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ നമ്മൾ നഷ്ടം സഹിക്കാൻ മനസ്സുള്ളവരാണോ എന്നുള്ളതാണ് ഇത് ഈ വാക്യത്തിന് മുമ്പിൽ നമ്മൾ പരിശോധിക്കേണ്ടത്. നഷ്ടം സഹിക്കാൻ നമുക്ക് മനസ്സുണ്ടോ? അതാണ് നമ്മളെ ഒരു ക്രിസ്ത്യാനിയാക്കുന്നത്, അതാണ് നമ്മളെ ഒരു ക്രിസ്തു ശിഷ്യനാക്കുന്നത്, അതിന് യോഗ്യനാക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അടുത്തതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്, നാൾതോറും ക്രൂശ് എടുക്കണം, ത്യജിക്കണം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരുന്നത് നാൾതോറും ക്രൂശ് എടുക്കണം. നാൾതോറും എന്ന് പറയുന്നതിന് ഒരു പ്രാധാന്യമുണ്ടോ? നമ്മുടെ സൗകര്യത്തിന്, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ, നമുക്ക് പ്രശ്നമൊന്നും ഇല്ലാത്തപ്പോൾ എന്നാ ക്രൂശ് എടുക്കാം എന്ന് വിചാരിക്കുന്ന ക്രൂശ് അല്ല ക്രൂശ്. നാൾതോറും, ദിവസം തോറും നമുക്കൊരു ക്രൂശിന്റെ അനുഭവം ഉണ്ടാകണം. ദൈവം ഒരുക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഗുണമുണ്ടാകുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടം കിട്ടുമെന്നുള്ള ഒരു പ്ലാൻ അനുസരിച്ച് നമ്മൾ ചില ക്രൂശ് എടുക്കുന്നു എന്നുള്ള ഭാവത്തിൽ ഒരു സ്വന്തം ക്രൂശാണെന്ന് വിചാരിച്ചു പോകുന്ന അതല്ല. നാൾതോറും, എല്ലാ ദിവസവും ക്രൂശ് എടുത്ത് യേശുവിനെ അനുഗമിക്കണമെന്നാണ് പ്രമാണം. എന്താണ് വാസ്തവത്തിൽ ഈ ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ? എന്താണ് ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ദൈവം ഒരുക്കുന്ന എല്ലാ സാഹചര്യത്തിലും സ്വന്തം ഇഷ്ടം ത്യജിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറമാണ് സ്വന്തം ഇഷ്ടം. ക്രൂശിനെ കുറിച്ചാണ് പറയുന്നത്. ക്രൂശിൽ എന്താ നടക്കുന്നത്? അറിയാം, ക്രൂശിൽ എന്താ നടക്കുന്നത്? മരണമാണ്. അപ്പോൾ ദൈവം ഒരുക്കുന്ന എല്ലാ സാഹചര്യത്തിലും സ്വന്തം ഇഷ്ടത്തെ
മരിപ്പിക്കുക, മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക, മരിപ്പിക്കുക. അതാണ് ക്രൂശെടുക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. ദൈവഹിതത്തിനെതിരായി വരുന്ന എല്ലാ കാര്യങ്ങളിലും ഇപ്രകാരമുള്ള ഒരു നിലപാടായിരിക്കണം നമുക്ക്, ഒരു പ്രതികരണമായിരിക്കണം നമുക്കുണ്ടാകുന്നത്. എപ്രകാരം? ഒരു മരിച്ചവനെ പോലെയുള്ള ഒരു പ്രതികരണമായിരിക്കണം ദൈവഹിതത്തിനെതിരായി വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പാപകരമായിട്ടോ അല്ലെങ്കിൽ ദൈവഹിതത്തിനെതിരായിട്ടുള്ള, ദൈവഹിതമല്ലാത്തതായിട്ടുള്ള ഏത് കാര്യം വരുമ്പോഴും, ഏത് സാഹചര്യം വരുമ്പോഴും അവിടെയുള്ള നമ്മുടെ പ്രതികരണം എപ്രകാരമായിരിക്കണം? ഒരു മരിച്ചവനെ പോലെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയാലും, നമ്മളെ കളിയാക്കിയാലും, നമ്മളെ പരിഹസിച്ചാലും നമുക്ക് യാതൊരു, അങ്ങനെയാണോ? അതാണ് പരിശോധിക്കേണ്ടത്. എന്നെ ഒരാൾ മോശമായിട്ട് പെരുമാറിയുള്ളത് കൊണ്ട് ഞാൻ ഇനി മുതൽ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എന്തായിട്ടില്ല. എന്നോട് അയാൾ എന്നെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇനി അയാളുമായിട്ട് കൂട്ടുകൂടത്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ എന്തായിട്ടില്ല, മരിച്ചിട്ടില്ല. അയാൾക്ക് അവിടെ പ്രതികരണമുണ്ട്, പ്രതികരിച്ചു അല്ലേ? പ്രതികരിച്ചു. എന്നിട്ട് അയാൾ എവിടെ വന്നിരിക്കുന്നു? അറിയാം എവിടെ വന്നിരിക്കുന്നു? സഭയെ വന്നിരിക്കുന്നു. അപ്പൊ അയാൾ എന്ത് ചെയ്യണം? അപ്പൊ അയാൾ ആരാ? അങ്ങനെ ഒരാളെ കുറിച്ച് എന്ത് വിളിക്കും? കപടഭക്തൻ. അയാളെ വിളിക്കേണ്ട പേരാണ് കപടഭക്തൻ. കപടഭക്തന്മാർക്കുള്ള ശിക്ഷാവിധി എന്താണ്? സ്വന്തം ജീവനെ വെടിയുക എന്ന് പറയുന്നത് കേവലം ഒരു പറച്ചിലല്ല, വെറുതെ ഒരു പറയാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ പാടിയ പാട്ട്, അവസാനം പാടിയ പാട്ടില് കുരിശെടുത്ത് ഗുരുവരന്റെ അതിരറ്റ വേല. അപ്പൊ അവിടെ കുരിശെടുത്തെന്ന് പറയുമ്പോൾ, കുരിശെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കുരിശെടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു താല്പര്യവും എൻ്റെതായിട്ടില്ല, എന്നിലൊരു എൻ്റെതായ താല്പര്യങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ ജീവനെ പൂർണ്ണമായിട്ടും, എൻ്റെ സ്വയത്തിന്റെ താല്പര്യത്തെ പൂർണ്ണമായിട്ടും മരിപ്പിക്കുന്നു, മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തുള്ള ഒരു ജീവിതമാണ് എനിക്കുള്ളത് എന്നുള്ളതാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ആ സ്വയജീവൻ അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് മറ്റൊരാളോട് ക്ഷമിക്കാൻ പറ്റാത്തത്. നമുക്ക് ഒരുപാട് താല്പര്യങ്ങൾ, നമ്മുടെ വാക്കുകൾക്ക് വില വേണമെന്ന് പറയുന്നത്, നമുക്ക് ദേഷ്യം വരുന്നത്, നമുക്ക് നമ്മൾ വളരെ പലതിനോടും ദേഷ്യപ്പെടുന്നത്, നമ്മളെ കളിയാക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നത്, നമ്മളോട് ഒരാൾ മോശമായിട്ട് പെരുമാറുമ്പോൾ നമുക്ക് അസ്വസ്ഥരാകുന്നത്, അല്ലെങ്കിൽ എൻ്റെ വാക്ക് എല്ലാവരും കേൾക്കണമെന്ന് പിടിവാശി കാണിക്കുന്നത്, മറ്റുള്ള ഒരാളെ എന്തെങ്കിലും ചെറിയ ഒരു ദോഷം ഒരാളിൽ കാണുമ്പോഴത്തേക്ക് നമുക്കങ്ങ് വലിയ പ്രതികരണം, നമുക്കങ്ങ് വല്ലാതെ അയാളോടങ്ങ് ശക്തമായിട്ട് അയാളെ കുറ്റപ്പെടുത്താൻ തോന്നുന്നത്, ഇതൊക്കെ നമ്മുടെ സ്വന്തം ജീവനാണ്, സ്വയത്തിൽ നിന്ന് വരുന്നതാണ്, സ്വയജീവന്റെ പ്രതികരണങ്ങളാണ്. തിരിച്ചറിയണം. നമുക്കറിയാം ഇത് അറിഞ്ഞിട്ട് ഞാൻ ഇന്ന് രാവിലെ ഒരു സഹോദരനോട് ചോദിച്ചു, സഹോദര അത് ചെയ്ത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ശരിയാണെന്ന് തോന്നുന്നില്ല, പക്ഷെ തെറ്റാണ്. അത് ദൈവഹിത പ്രകാരമാണ്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണോ? ആണ്. അപ്പൊ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ അതെന്താണ്? അത് പാപമാണ്. ഇത്രയൊക്കെ ആ സഹോദരൻ അറിയാം. പാപമാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? പാപം ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? പാപം വെച്ചോണ്ടിരിക്കാവോ? പാപം വെച്ചോണ്ടിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പാപമാണെങ്കിലും പാപം വെച്ചോണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം. പാപമാണെന്ന് അറിയാം, അതാണ് ഏറ്റവും വലിയ അപകടം. ഞാൻ ചോദിച്ചപ്പോൾ ആ സഹോദരനെ അറിയാം ദൈവഹിതമാണോ? അല്ല. ദൈവഹിതമല്ലാത്തതൊക്കെ എന്താ? പാപമാണ്. അത്രേ അറിയാമായിട്ടും പിന്നെ ആ പാപത്തെ തന്നെ കയ്യിൽ കളയുന്നില്ല. അതെന്തുകൊണ്ടോ? അവിടെയാണ് ജീവൻ. ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഇടുക്കവാതിലൂടെ കിടക്കാനുള്ള മടി, എന്നോട് ക്ഷമിക്കണമെന്ന് പറയാനുള്ള മടി, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറയാനുള്ള മടി. എന്താ? എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്താകുന്നു? നമ്മൾ ചെറുതാകുന്നു. ആ ചെറുതായാൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ കടക്കുകയുള്ളൂ എന്ന് ഇന്നലെ നമ്മൾ ആ സന്ദേശത്തിൽ കേട്ടു. എന്താണ്? ഇടുക്കവാതിലൂടെ കിടക്കണമെങ്കിൽ ആ ഇടുക്കവാതിലിന്റെ വലിപ്പത്തിലേക്ക് വരണം. ആ ചെറുതാകണം. ചെറുതാകുന്നവർക്കേ അങ്ങോട്ട് കിടക്കാൻ പറ്റുള്ളൂ. പിന്നെ സഭായോഗത്തിന് വന്നിരുന്നിട്ട് വാതിൽ അടച്ചു കഴിഞ്ഞിട്ട് പിന്നെ മുട്ടിയിട്ട് കാര്യമില്ലെന്ന് നമ്മൾ ഇന്നലെ കണ്ടു. അത്
വാതിലടച്ചു കഴിഞ്ഞിട്ട് മുട്ടിയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ പറയും, നിന്നെ ഞാൻ ഒരു നാൾ പറഞ്ഞിട്ടില്ല, നീ അധർമ്മം പ്രവർത്തിച്ചവനാണ്. കാര്യം അധർമ്മം എന്താ? പാപം അവിടെ ഇരിക്കുമായിരുന്നു. പാപത്തെക്കുറിച്ചൊരു മാനസാന്തരം ഉണ്ടായില്ല, പാപം വെച്ചുകൊണ്ടാണ് ഇരുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ന്യായവിധി ദിവസത്തിൽ അത് സംഭവിക്കാതിരിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് ഗൗരവത്തോടെ കാണാം. നമ്മുടെ കാപട്യത്തെ നമുക്ക് തിരിച്ചറിയാം. കാപട്യം പാപമാണെന്നുള്ളത് തിരിച്ചറിയാം. നമ്മുടെ ജീവൻ പൊങ്ങി വരുന്നതെല്ലാം പാപമാണെന്ന് തിരിച്ചറിയാം. നമ്മുടെ സ്വയജീവനെല്ലാം പാപത്തിന്റെ അംശമുള്ളതാണെന്ന് തിരിച്ചറിയാം. ചെറിയ അളവിലാണെങ്കിൽ പോലും അത് സ്വയജീവൻ വരുന്നെങ്കിൽ അവിടെ ഒരു പാപം ഉണ്ടാകുമെന്നുള്ളത് തിരിച്ചറിയാം. നമുക്ക് ഗൗരവത്തോടെ നമ്മുടെ ജീവിതത്തെ കാണാം. ഇത് പ്രമാണമാണ്, ദൈവവചന പ്രമാണമാണ്. നമ്മളെ രക്ഷയെ നിലനിർത്തുന്നത് ദൈവവചനത്തിന്റെ ഈ പ്രമാണങ്ങളാണെന്നുള്ളത് ഓർക്കാം. നാൾതോറും സ്വന്തം ജീവനെ വെടിയുന്നവർക്ക് മാത്രമേ രക്ഷയിൽ നിലനിൽക്കാൻ കഴിയുള്ളൂ. അത് നമുക്ക് അവിടെ അത് അടുത്തൊരു ഇതായിട്ട് അവിടെ കാണുന്നത്. നമ്മളിപ്പോൾ ദിനംതോറും ക്രൂശ് എടുക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ അത് അങ്ങനെ ചെയ്താൽ മാത്രമേ അടുത്തൊരു കാര്യമായിട്ട് അവിടെ അത് എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. അവിടെ ഇത് പറഞ്ഞിട്ട് നാൾതോറും ക്രൂശ് എടുക്കണമെന്ന് പറഞ്ഞതിന് ശേഷം ഉടനെ തന്നെ കർത്താവ് പറഞ്ഞ എന്താണെന്ന് ശ്രദ്ധിക്കുക. ആ ആ കളയും. പിന്നെ അതാണ്. എന്താണ് അതിന്റെ അർത്ഥം? ആ വാക്യത്തിന്റെ അർത്ഥം എന്താ? ഇത് നമുക്ക് ഈ രക്ഷ നഷ്ടപ്പെട്ട പോകാനുള്ളൊരു സാധ്യതയാണ്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് പോകാതിരിക്കണമെങ്കിലുള്ള മാർഗമാണ് ഇവിടെ ഈ വാക്യത്തിൽ കണ്ടിരിക്കുന്നത്. എന്താണ്? രണ്ടും അവിടെ ഉണ്ട്. നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുമുണ്ട്, നഷ്ടപ്പെടാതിരിക്കാനുള്ള മാർഗവും അവിടെ ഉണ്ട്. എന്താണ്? ആരെങ്കിലും സ്വന്തം ജീവനെ, അതായത് സ്വന്തം ജീവനെ ഇഷ്ടപ്പെട്ടാൽ, അല്ലെ അതിന് വേറൊരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം. നമുക്ക് നമ്മുടെ ജീവിതം ഫലപ്രദവും നിത്യജീവന് വേണ്ടിയിട്ട് ഒരുക്കപ്പെട്ടവരുമാണെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് ആ നിത്യജീവൻ പ്രാപിക്കാൻ ഇടയാകുകയും രക്ഷയിൽ നിലനിൽക്കുകയും ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സ്വന്തം ജീവനെ സ്നേഹിക്കാതിരിക്കുകയും സ്വന്തം ജീവനെ പകയ്ക്കുകയും, അല്ലെങ്കിൽ സ്വന്തം ജീവനെ സ്നേഹിക്കാതിരിക്കുകയും അതിനെ ദ്വേഷിക്കുകയും വേണം. അത് രണ്ട് വാക്യങ്ങൾ വായിക്കാം. ഇവിടെ നമ്മൾ ലൂക്കോസിലെ ആ ഭാഗം വായിച്ചല്ലോ ഇപ്പം. അത് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 24-25 വാക്യങ്ങളൊന്ന് വായിക്കാം. സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും. ചാകുന്നുവെങ്കിലോ ധാരാളം വിളവുണ്ടാകും. സ്വന്തം ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ നഷ്ടപ്പെടുത്തും. സ്വന്തം ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ നഷ്ടപ്പെടുത്തും. ഈ ലോകത്തിൽ സ്വന്തം ജീവനെ ദ്വേഷിക്കുന്നവൻ അതിനെ നിത്യജീവന് വേണ്ടി സൂക്ഷിക്കും. അപ്പോൾ നിത്യജീവൻ ലഭിക്കുന്നതും നഷ്ടപ്പെടുന്നതും ഒറ്റ കാര്യത്തിലാണ്, ഈ ഒരു കാര്യത്തിലാണ് ഇവിടെ കണ്ടു. എന്താണ് നമ്മൾ അതിന് തൊട്ടുമുമ്പേ പറഞ്ഞത്? നാൾതോറും ക്രൂശ് എടുത്ത സ്വന്തം ജീവനെ വെടിയുന്നതിനെ കുറിച്ച്, മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ, ആ മരണത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ജീവിതമാണ് നമുക്ക് എന്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്? നിത്യജീവനിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെ നമ്മൾ നമ്മുടെ ജീവനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നിത്യജീവനാണ്. നമ്മൾ നമ്മുടെ ജീവനെ സ്നേഹിച്ചുകൊണ്ട് അതിനെ നഷ്ടപ്പെടുത്താതെ ഇരിക്കുന്നുവെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നിത്യജീവനാണ്. നമ്മൾ നമ്മുടെ ജീവനെ സ്നേഹിക്കാതെ അതിനെ ദ്വേഷിച്ചുകൊണ്ട് വെറുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വന്തം ജീവനെ നമ്മൾ ഒട്ടും സ്നേഹിക്കാതെ, ദ്വേഷിക്കുക എന്ന് പറഞ്ഞാൽ വെറുത്തുകൊണ്ട് നമ്മൾ അതിനോട് ഒട്ടും സ്നേഹം കാണിക്കാതിരിക്കുമ്പോൾ നമുക്ക് നിത്യജീവനെ നേടാൻ കഴിയും. ഇതാണ് നമ്മൾ വായിച്ചത്. പ്രിയമുള്ളവർ, ഈ രീതിയിൽ നമ്മൾ ആ കൽപ്പനകളെ, പ്രമാണത്തെ ഏറ്റെടുക്കുന്നുണ്ടോ? പരിശോധിക്കാം. നമുക്ക് സത്യസന്ധമായിട്ട് പരിശോധിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ കാര്യത്തിൽ വലിയ കുറവാണ്. നമ്മളെപ്പോഴും നമ്മുടെ സെൽഫ് സെന്റേഡ് ആണ്. വീണ്ടും അതിലേക്കാണ് വരുന്നത്. നമ്മുടെ ആ സ്വയത്തിന്റെ ബലം, സ്വയത്തിന്റെ ശക്തി, സ്വയത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വീണ്ടും നമ്മളത് കാണണം, പരിശോധിക്കാം. അത് നാൾതോറുമാണത്. ദിനംതോറും സ്വന്തം ജീവനെ വെടിയുന്നവർക്ക് മാത്രമേ രക്ഷയിൽ നിലനിൽക്കാൻ കഴിയുള്ളൂ, നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുള്ളൂ. അതാണ് ഇപ്പോൾ വായിച്ചത്. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വീണ്ടും നമുക്ക് വേറൊരു കാര്യം കൂടെ നോക്കാം. ആ വാക്യത്തിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വീണ്ടും വരാം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് വരാം. അതെ, ഈ വാക്യം വായിച്ചാൽ എന്ത് മനസ്സിലായി? എന്റെ അർത്ഥം, ഒരു മൻ സർവ്വലോകവും നേടിയിട്ട് ചെയ്താൽ എന്ത് പ്രയോജനം? ഇത് വായിച്ചുകൊണ്ട് എന്ത് മനസ്സിലായി? ഇവിടെ ലോകം എന്നുള്ളൊരു വാക്ക് വന്നു. അപ്പോൾ അവിടെ നമ്മളെ ചതിക്കുന്ന ഒരു കാര്യം അവിടെ വന്നു. എന്താണ്? അപ്പോൾ ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് എന്ന് പറഞ്ഞാൽ
അതിന്റെ പ്രമാണം ഇതാണ്, അവിടെ വെളിപ്പെട്ട് വരുന്ന പ്രമാണം ഇതാണ്. ഒരുവൻ ലോകത്തെയും ലോകത്തിലുള്ള കാര്യങ്ങളെയും കൂടുതൽ വിലമതിച്ച് അതിന്റെ പുറകെ പോയാൽ അവൻ എന്തില്ല? അവന് നിത്യജീവനില്ല, അവനൊരു പ്രയോജനമില്ല. അവനെ തന്നെത്താൻ നഷ്ടമാക്കുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ എന്ത് പ്രയോജനം? ഈ ലോകം മുഴുവൻ നേടി ലോകത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ലോകം തരുന്ന എല്ലാ സുഖ സൗകര്യങ്ങളുടെയും പുറകിൽ, ലോകം തരുന്നതുമായ കാര്യങ്ങളുടെ പുറകെ പോയാൽ അവൻ എന്ത് എല്ലാം കിട്ടി, ലോകത്തിലുള്ള എല്ലാം കിട്ടി, എല്ലാം വേണ്ടത് അതാണല്ലോ, ഇന്ന് എല്ലാവർക്കും അതാണ് വേണ്ടത്, ലോകത്തിലുള്ള എല്ലാം അതെല്ലാം കിട്ടി. പക്ഷെ അവൻ എന്ത് നഷ്ടപ്പെട്ടു? അവന്റെ നിത്യജീവൻ അവന്റെ നിത്യത നഷ്ടപ്പെടുന്നു. ലോകത്തിനോടുള്ള മനോഭാവം തന്നെ ക്രിസ്ത്യാനികൾക്ക്, യഥാർത്ഥ ശിഷ്യന്മാർക്ക് തികച്ചും വ്യത്യസ്തമായിരിക്കണം. ലോകത്തോടുള്ള മനോഭാവം വ്യത്യസ്തമായിരിക്കണം. ലോകം അവരോട് എങ്ങനെയായിരിക്കണം? യഥാർത്ഥ ശിഷ്യന്മാരോട് ലോകം എങ്ങനെയായിരിക്കും പെരുമാറുന്നത് നമുക്കറിയാം. നമുക്കറിയാം. അതില്ല നമുക്കെങ്കിൽ നമ്മൾ പരിശോധിക്കണം സത്യസന്ധമായിട്ട്. ലോകത്തിന് നമ്മളോടുള്ള ഒരു പ്രതികരണവും ലോകത്തോടുള്ള നമ്മുടെ പ്രതികരണത്തിനനുസരിച്ചിരിക്കും ലോകം നമ്മളോട് പ്രതികരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ലോകം നമ്മളോട് പ്രതികരിക്കുന്നത് വളരെ ഒരു പ്രശ്നമില്ലാത്ത പോലെയാണ്. നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം ലോകം നമ്മളോട് പ്രതികരിക്കുന്നത് ഒരു പ്രശ്നമില്ലാത്ത പോലെയാ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ലോകത്തോട് നല്ല രീതിയിൽ, പക്ഷെ അങ്ങനെയല്ല ദൈവം പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ. ഇത് സത്യമാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ പെരുമാറ്റം എവിടെയോ കുഴപ്പം പറ്റിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവും. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എവിടെയോ പ്രശ്നമുണ്ട്, കുഴപ്പമുണ്ട്. നമ്മൾ സത്യസന്ധമായിട്ട് പരിശോധിച്ച് സത്യസന്ധമായ ദിവസം ഏറ്റു പറയണം. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ലോകം നിങ്ങളെ പകയ്ക്കും, അല്ലേ? എങ്ങനെയാണ്? എങ്കിൽ നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കും. ഇത് യഥാർത്ഥ ശിഷ്യന്മാരുടെ അവസ്ഥ. പക്ഷെ നമ്മുടെ അവസ്ഥ എന്താ? ഇങ്ങനെയാണോ വായിക്കുന്നത്? ഇങ്ങനെ സത്യസന്ധമായിട്ടെന്ന് പറയണം. നിങ്ങൾ ലോകത്തിനുള്ളവരായിരുന്നെങ്കിൽ ലോകം നിങ്ങളെ സ്വന്തമെന്ന് കരുതി സ്നേഹിക്കുമായിരുന്നു. ഇപ്പൊ ലോകം നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മള് ലോകക്കാരാണ്. ഇതിങ്ങനെ പറയില്ല ഈ പറയുന്നത്. ഇത് ഞാനിത് പറയുമ്പോഴത്തേക്ക് അതിന് ഏസുവെക്കാനല്ല, എല്ലാത്തിനും സമ്മതിക്കാനല്ല ഈ പറയുന്നത്. ഇത് പറയുമ്പോഴത്തേക്ക് ഒരു 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 വിഷമം തോന്നണം. ആർക്കും ഒരു വിഷമം തോന്നില്ല. ഇത് പറയുമ്പോൾ ശരിയാ അങ്ങനെ അങ്ങ് പറയുവാണ്, സന്തോഷത്തോടെയാണ് പറയുന്നത് അങ്ങനെയാണെന്ന്. ഇത് സന്തോഷത്തോടെ പറയേണ്ട കാര്യമല്ലത്. എന്നെ ലോകം സ്നേഹിക്കുന്നു എന്നുള്ളത് നമ്മളാരും സന്തോഷത്തോടെ പറയാതെ ദുഃഖത്തോടെ പറയണം. എന്നെ ലോകം സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ ലോകത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്നെ ലോകം സ്നേഹിക്കുന്നത്. എന്നാൽ ദൈവവചനം പറയുന്നത് അങ്ങനെ ആകരുതെന്നാണ്. യഥാർത്ഥ ശിഷ്യന്മാർ, കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായതുകൊണ്ട് നിങ്ങളെ ലോകം വെറുക്കും. കാര്യം ലോകം നിങ്ങൾക്ക് മുമ്പേ എന്നെ വെറുത്തതാണ് ഈ ലോകം, അതുകൊണ്ട് ലോകം നിങ്ങളെയും വെറുക്കും. പക്ഷെ ആ അനുഭവം നമുക്കില്ല. എങ്കിൽ നമ്മൾ പരിശോധിച്ച് സത്യസന്ധമായിട്ട് ദിവസം പറയണം, കർത്താവെ ഞാൻ ഇപ്പോഴും ലോകത്തെ സ്നേഹിക്കുന്നവനാണ്. ലോകത്തെ സ്നേഹിക്കുന്നവനിൽ ദൈവസ്നേഹമില്ല. ലോകത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിന്റെ ശത്രുവാണ്. സത്യസന്ധമായിട്ട് നമുക്കത് ഏറ്റുപറയാം. ഇപ്പോഴും നമ്മൾ ലോകത്തിന്റെ സ്നേഹിതനായിട്ടാണ് കഴിയുന്നതെങ്കിൽ, ലോകത്തിലുള്ളവർക്ക് നമ്മളോട് വലിയ സ്നേഹവും നമുക്ക് അവരോട് വലിയ സ്നേഹവുമാണെങ്കിൽ നമ്മൾ ശിഷ്യത്വത്തിന്റെ മാർഗത്തിലല്ല. യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ മാർഗത്തിലാണെങ്കിൽ ലോകം നമ്മളെ പകയ്ക്കും, ലോകം വെറുക്കും. നമ്മുടെ സ്നേഹിതന്മാർ, നമ്മുടെ ബന്ധുജനങ്ങൾ, അവരുടെ ഇടയിൽ നിന്ന് നിന്നയും പരിഹാസവും ഉണ്ടാകട്ടെ. അവർ നമ്മളെ പരിഹസിക്കട്ടെ, നിന്ദിക്കട്ടെ. അത് യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ മാർഗമാണെന്ന് കണ്ട് നമുക്ക് സന്തോഷിക്കാം. അല്ലാതെ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ കൂടെ അവരെ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മൾ ശിഷ്യത്വത്തിന്റെ മാർഗത്തിൽ നിന്ന് മാറുകയാണ്, വിട്ടുപോവുകയാണ്. ഗുരുതരമായിട്ട് നമ്മളെ കാണണം. നമ്മുടെ ആ അവസ്ഥ മനസ്സിലാക്കണം. നമ്മൾ ഈ സഭയിൽ വന്നിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് കാര്യമില്ല. ദൈവിക പ്രമാണങ്ങൾ, ദൈവവചനത്തിന്റെ പ്രമാണങ്ങൾക്ക് അനുസരിച്ചാണ് നമ്മുടെ ജീവിതം എന്നുള്ളത് പരിശോധിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. സത്യസന്ധമായിട്ട് നമുക്ക് പരിശോധിക്കാം. ലോകത്തിന്റെ സ്നേഹിതനാകാതെ ലോകത്തിന്റെ വെറുപ്പ് തേടാണ് നമുക്ക്. അതിന് ലോകം വെറുക്കട്ടെ, ലോകം അങ്ങേയറ്റം നമ്മളെ വെറുക്കട്ടെ. ദൈവവചനമാണല്ലോ, ലോകം നമ്മളെ വെറുക്കും. കാര്യം ലോകം കർത്താവിനെ വെറുത്തതാണ്. എന്നാൽ നമ്മളെ ലോകം വെറുക്കുന്നില്ല എങ്കിൽ
നമ്മൾ ലോകത്തിന്റെ സ്നേഹിതരാണെന്നാണ് ഈ വചനത്തിന്റെ അടിസ്ഥാനം. 19-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സമ്മതിക്കണം. പക്ഷെ നമ്മൾ ലോകത്തിന്റെ വെറുപ്പാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് സന്തോഷിക്കാം. നമ്മൾ യഥാർത്ഥമായ ക്രിസ്തു മാർഗത്തിൽ, ക്രിസ്തു ശിഷ്യത്വത്തിന്റെ മാർഗത്തിലാണെന്ന് നമുക്ക് ഉറപ്പാക്കാം. ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ ശത്രുവാണെന്നുള്ള യാക്കോബിന്റെ ലേഖനത്തിലെ വാക്യം നമുക്ക് ഓർക്കാം. ഒരിക്കലും നമുക്ക് ദൈവത്തിന്റെ ശത്രുവശത്ത് നിൽക്കണ്ട. ലോകത്തിന്റെ സ്നേഹിതനാകുന്നവൻ ദൈവത്തിന്റെ ശത്രുവാണ്. ആഗ്രഹിച്ചാൽ പോലും ശത്രുവാണെന്നാണ് ആ വാക്യം, യാക്കോബിന്റെ ലേഖനത്തിലെ ആ വാക്യം. ലോകത്തിന്റെ സ്നേഹിതനാകാൻ ആഗ്രഹിക്കുമ്പോൾ നാം ദൈവത്തിന്റെ ശത്രുവശത്തായി കഴിഞ്ഞു, ദൈവത്തിന്റെ ശത്രുവാകുകയാണ്. യാക്കോബിന്റെ ലേഖനം സന്ദീപ് അറിയാതിരിക്കും, 4-ാം അധ്യായത്തിലാണ്. 4-ാം അധ്യായം, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിലെ ആ വാക്യമുണ്ട്. 4:4 ശത്രുവാകുന്നു. ഇല്ല, നമുക്കറിയാവുന്ന വാക്യമാണ്, ഓർക്കാം, നമുക്കത് ഓർക്കാം. പ്രിയമുള്ളവർ, ഒരു കാര്യം കൂടെ നമുക്ക് അവിടെ കാണാം. ഒരു കാര്യം കൂടെ നമുക്ക് വീണ്ടും ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് ഒരു കാര്യം കൂടെ കണ്ടു, ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഒരു കാര്യം കൂടെ നമുക്ക് അവിടെ കാണാം. അവനെങ്കിലും നിന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് ലജ്ജിച്ചാൽ അവനെ കുറിച്ച് മനുഷ്യപുത്രൻ തന്റെയും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിച്ചു. അതെ, യേശുവിനെ കുറിച്ചും യേശുവിന്റെ വചനങ്ങളെ കുറിച്ചും നമ്മൾ ലജ്ജിച്ചാൽ, നമ്മൾ ലജ്ജിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ അതിനു വേണ്ടിയിട്ട് നമുക്കൊരു നിന്നയും പരിഹാസവും മാറ്റി വെച്ചിട്ട് ഇരുന്നാൽ നമ്മളെക്കുറിച്ച് ദൈവവും അന്ന് നിത്യതയിൽ കർത്താവ് വരുമ്പോൾ, ന്യായവിധി ദിവസത്തിൽ കർത്താവ് മടങ്ങി വരുമ്പോൾ നമ്മളെക്കുറിച്ച് ഓർത്ത് കർത്താവ് ലജ്ജിക്കുമെന്ന് പറഞ്ഞാൽ നമ്മളൊരു നഷ്ടപ്പെട്ട അവസ്ഥയാണത്. കർത്താവ് നമ്മളെക്കുറിച്ച് ഓർത്ത് ലജ്ജിക്കും. ഇന്ന് 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 പ്രിയമുള്ളവരെ, നമ്മൾക്ക് ദൈവം ഒരുക്കുന്ന ചില സാഹചര്യങ്ങളിൽ നമ്മുടെ സ്നേഹിതന്മാര്, കൂട്ടുകാര്, ബന്ധുക്കള്, ഇവരുടെ എല്ലാം നടുവിൽ നമ്മൾ കർത്താവിന്റെ പ്രമാണം അനുസരിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ചില നിലപാടുകൾ എടുക്കുമ്പോൾ അവർ നമ്മളെ പരിഹസിക്കും, അവർ നമ്മളെ നിന്ദിക്കും. ആ നിന്നയും പരിഹാസവും വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ അതിനോട് യോജിച്ചാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? എന്നെയും എൻ്റെ വചനത്തെയും കുറിച്ച് ലജ്ജിക്കുന്നത് കൊണ്ടാണ്. അതെന്താണെന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ളവരെ കുറിച്ച് കർത്താവ് മടങ്ങി വരുമ്പോൾ, മഹത്വത്തിൽ വരുമ്പോൾ അവരെ കുറിച്ച് ഓർത്ത് കർത്താവ് ലജ്ജിക്കും. ഇതൊരു ഇടുക്കവാതിലാണ്. കഷ്ടതയുണ്ട് അവിടെ ഒരു ഇടുക്കവാതിലുണ്ട്. ഒരു ഞെരുക്കത്തിലൂടെ കടക്കണം. അവിടെ ഒരു ചെറുതാകണം, കൊച്ചാകണം, ഒന്നുമില്ലാത്തവനാകണം. ആ ചെറിയ ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്നത് എന്ന് പറയുന്ന ആ കാര്യം നമ്മൾ ഇന്നലെ കണ്ടല്ലോ. അതെ, അത്രയും ചെറിയ അതിലൂടെ കടക്കണമെങ്കിൽ അത്രയും ചെറുതാകണമെന്നാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ആ വലിപ്പമൊക്കെ മാറ്റണമെങ്കിൽ നിന്നയും പരിഹാസവും ഏറ്റെടുക്കാൻ മനസ്സുള്ളവരാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പരിചിതമായ ചില വാക്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ വെളിപ്പെട്ടു വന്ന ചില പ്രമാണങ്ങളാണ്. നമ്മളെ രക്ഷയിൽ നിലനിർത്തുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ട നമ്മളോടുള്ള ദൈവവചനമായിട്ട് അതിനെ കാണുമ്പോൾ രക്ഷയിൽ നിലനിൽക്കുകയും നമ്മൾ യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുവാനാണ് നമ്മൾ ഈ വചനങ്ങളെ ചിന്തിക്കുന്നത്, ഏറ്റെടുക്കുന്നത്. ആ അർത്ഥത്തിൽ നമുക്കൊരു പരിശോധന നടത്തുമ്പോൾ കേവലം സഭായോഗത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തൃപ്തരാകാതെ ദൈവഹിത പ്രകാരമുള്ള ഒരു ജീവിതം നമ്മൾ ജീവിക്കുന്നുണ്ടോ? ക്രിസ്തു ശിഷ്യനായിട്ട് ജീവിക്കുന്നുണ്ടോ എന്നുള്ളത് വ്യക്തിപരമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശോധിക്കാനായിട്ട് ഈ വചനങ്ങളെ നമുക്ക് ഏറ്റെടുക്കാം. ഒരു കേൾവിയായിട്ടല്ല, അറിവായിട്ടല്ല. ഈ വാക്യങ്ങളെല്ലാവരും അറിയാവുന്നവരാണ്. നാൾതോറും ക്രൂശെടുത്ത് ആ ഒരൊറ്റ വാക്യത്തിൽ നിന്ന് നമ്മൾ 3 കാര്യങ്ങളാണ് കണ്ടത്. എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവൻ നാൾതോറും ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവനെ, അത് കഴിഞ്ഞ് പറഞ്ഞ് ഒന്നുകൂടെ വാക്യം ഒന്ന് വായിക്കാം. അനുഗമിക്കട്ടെ, പിന്നെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിക്കുന്നവൻ കളഞ്ഞാൽ രക്ഷിക്കും. എന്ത് പ്രയോജനം? എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് ലജ്ജിച്ചാൽ മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ അവരെ കുറിച്ചും ലജ്ജിക്കും. ഈ കാര്യങ്ങളിലാണ് നമ്മൾ ചിന്തിച്ചത്. ഇവിടെ
നാല് നാല് വാക്യങ്ങളിലൂടെ നമ്മൾ ഏതാണ്ട് ആറ് കാര്യങ്ങൾ കണ്ടു. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിശോധിക്കാം. ഈ കാര്യങ്ങളിൽ എത്ര ഗൗരവത്തോടെ അർത്ഥവത്തായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്, നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിക്കുന്നുള്ളത് എന്നുള്ളത് പരിശോധിക്കാം. ഏതെങ്കിലുമൊക്കെ നമ്മുടെ സൗകര്യത്തിന് ചെയ്യുന്നതിനെ കുറിച്ചല്ല ഇവിടെ നമ്മൾ നാൾതോറും എന്നുള്ളത് ഓർക്കണം. നാൾതോറും എന്നുള്ളത് ഗൗരവത്തോടെ കാണണം. എപ്പോഴെങ്കിലും നമ്മുടെ സൗകര്യത്തിന് വേണമെങ്കിൽ ചെയ്യാവുന്ന രീതിയിലല്ല ഈ പ്രമാണങ്ങളെ കാണേണ്ടത്. ഗൗരവത്തോടെ നമുക്ക് ഈ കാര്യങ്ങളെ കാണാം, പരിശോധിക്കാം. യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ മാർഗത്തിൽ ക്രിസ്തു ശിഷ്യന്മാരായിട്ട് ജീവിക്കുന്നവരാണോ നമ്മളെന്ന് പരിശോധിച്ചുകൊണ്ട് നമ്മുടെ രക്ഷ, നമുക്ക് ലഭിച്ച രക്ഷ വിലപ്പെട്ടതാണെന്നുള്ളത് കണ്ട് നമ്മൾ ആ രക്ഷയിൽ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിച്ചുകൊണ്ട് തന്നെത്താൻ ശോധന ചെയ്തുകൊണ്ട് നമുക്ക് ഇന്ന് ഈ കർത്തമേശ ശുശ്രൂഷയിൽ അർത്ഥവത്തായിട്ട് പങ്കെടുക്കാം. ആ ഒരു പരിശോധന നടക്കണം, നിർബന്ധമായിട്ട് നടക്കണം. ദൈവം നമ്മളെ സഹായിക്കും.